സൂപ്പർ താരം യഷിനെ നായകനാക്കി ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ടോക്സിക് ടീസർ പുറത്തിറങ്ങിയതിന് പിന്നാലെ നടി പാർവതി തിരോധത്തിന് നേരെ സമൂഹമാധ്യമങ്ങളിൽ സൈബർ ആക്രമണം. സമൂഹമാധ്യമങ്ങളിൽ പാർവതി പങ്കുവച്ച വീഡിയോയ്ക്കും ചിത്രങ്ങൾക്കും ചുവടെയാണ് രൂക്ഷമായ പ്രതികരണങ്ങളും പരിഹാസവും നിറയുന്നത്. ആക്ഷൻ മാസ് മസാല ചേരുവകളുള്ള ടീസറിൽ WCCയുടെയും പാർവതിയുമെല്ലാം നിലപാടെന്താണെന്നും ഗീത് വഞ്ചിച്ചല്ലോ എന്താണെന്നും കസബയെ കുറ്റം പറഞ്ഞ ആൾക്ക് ഇതിലും പറയാനില്ലേ എന്നുമെല്ലാണ് കമന്റുകൾ. ഇരട്ടത്താപ്പ് കാണിക്കരുതെന്നും ഗീതുവിന്റെ സിനിമയോട് ടീസറോട് പ്രതികരിക്കണമെന്നും സ്ത്രീ ശരീരത്തിന്റെ ഒബ്ജക്റ്റിഫിക്കേഷനോട് ഒന്നും പറയാനില്ല എന്നും കമന്റുകൾ നിറയുന്നു. വെറുതെ ആവശ്യമില്ലാത്ത സംസാരത്തിന് പോയി സ്വന്തം അവസരങ്ങളാണ് പാർവതി കളഞ്ഞുവെന്നും മറ്റാർക്കും ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ലെന്നും ചിലർ കുറിച്ചു. ടോക്സിക്കിലെ യഷിന്റെ ഇൻട്രോ സീനാണ് സമൂഹമാധ്യമങ്ങളിൽ ചൂടൻ ചർച്ച. ഇതിനോടൊപ്പം ഗീതു മോഹൻദാസ് നേരത്തെ സിനിമകളിൽ സ്ത്രീപക്ഷ സ്ത്രീവിരുദ്ധ നിലപാടുകളെക്കുറിച്ച് പറഞ്ഞതും ചേർത്ത് വെച്ചാണ് ചർച്ചകൾ കൊഴുക്കുന്നത്. സിനിമയുടെ ആദ്യ ടീസർ പുറത്തിറങ്ങിയ സമയത്തും വലിയ വിമർശനങ്ങൾ ഉയരുന്നു. കസബയിലെ സ്ത്രീവിരുദ്ധയുടെ പേരിൽ വിമർശിച്ചയാൾ മറ്റൊരു ഭാഷയിൽ പോയി ആ വ്യാഖ്യാനം തിരുത്തി നിതിൻ രഞ്ജിത്ത് പണിക്കറും വിമർശനം ഉയർത്തിയിരുന്നു. ഇന്നലെ ടീസർ പുറത്തിറങ്ങിയതിന് പിന്നാലെ രാജൻ സക്കീറ ഒരു വരവ് കൂടി വരുമെന്ന് നിർമ്മാതാവ് കൂടിയായ ജോബി ജോർജും ഫേസ്ബുക്കിൽ കുറിച്ചു. ഗീതുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലും പടം കണ്ട് WCC എന്ത് പറയുമെന്നറിയാൻ കൗതുകമുണ്ടെന്നും സിനിമയിലെ മോശം സീനുകളെക്കുറിച്ച് വാതോരാതെ സംസാരിച്ച് മറ്റു നടിമാരുടെ അവസരം കളഞ്ഞിട്ട് അതിലും മോശം സീൻ വെച്ച് സിനിമയെടുക്കുന്നതെല്ലാം ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ട്. അതേസമയം ഗീതു സ്ത്രീ ശാക്തീകരണത്തിന്റെ പ്രതീകമാണെന്ന് ടീസർ കണ്ട ശേഷം രാംഗോപാൽ വർമ്മ കുറിച്ചു. ഗീതുവിൽ ചിത്രീകരിച്ചെന്ന് വിശ്വസിക്കാൻ കഴിയില്ല. ഒരു പുരുഷനായും അവരെ താരതമ്യം ചെയ്യാൻ താനില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു.